ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം പുലർച്ചെ 2:30 മണിയാണ് കേട്ടോ. അപ്പോൾ നമ്മിപ്പോൾ പോകാൻ പോകുന്നത് വയനാട് വഴി കർണാടകയിലെ ഒരു അടിപൊളി അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം പോന്ന് നോക്കുകയാണ്. ബ്രൂണോ ഇങ്ങോട്ടാ 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 ബാബാ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ. അപ്പോൾ നല്ലോണം ഇഷ്ടമായി ഒന്ന് കേട്ടോ. ആയാ വൃത്തി തുടച്ചാ? ഇല്ല, അല്ല ഇപ്പൊ കൊടുക്കുന്നില്ല. അല്ല ഞാൻ പറയും. നമ്മളിപ്പോ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോ മുത്തങ്ങ വന്യജീവി ഇതാണ് ഞാൻ പറയാത്തത്. എത്തിട്ടല്ലോ. ഓ എത്തട്ട് ഗൈസ്, മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഗൈസ്, കുഞ്ഞാവര ഫ്രണ്ട്സ് ആണ് കേട്ടത്. ഇവരെല്ലാം മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. ഇതാണ് കുഞ്ഞാവാട്ടാ. എല്ലാരും പറഞ്ഞോളൂ. നിവേദിത, നന്ദന. നമ്മ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ് പോകുന്നത്. നമുക്ക് ഒരേ കാലമായിട്ട് ഇങ്ങനെ പ്ലാൻ ഇതൊരു പ്രശസ്തമായ അമ്പലമാണ്. പേര് അപ്പോൾ ഇപ്പൊ പറഞ്ഞുതരും. സീതാദേവി ഹനുമാൻ ക്ഷേത്രം. ഇതാന്ന് പറഞ്ഞ സീതാദേവി തന്നെ തോന്നുന്നു. ഇതാന്ന് പറഞ്ഞ ഏക സീതാദേവി ക്ഷേത്രം. അതാ തന്നെ ആയിരിക്കും. ആനയുണ്ട് പക്ഷെ ആനനെ കാണുന്നില്ല. ആനയുടെ പിണ്ടം മാത്രമേ ശരിക്കും വണ്ടി ഇരുത്തിക്കൂടാ, കളികളെടുത്താ കളികളായിട്ട് നിർത്താം. ഇതെന്തി വിൽക്കാം? നെല്ലിക്ക. ഓ നെല്ലിക്ക വരം. ഇന്ന് നമുക്ക് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോയാലോ? പോയി ആ ചക്കൻ എടുക്കണം. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നേ. ഹലോ അതുകൊണ്ട് കൊണ്ടോ അമ്പലത്തിന്റെ താഴെയാണുള്ളത്. ഇനി നമുക്ക് ആ മല കയറണം. ഒരു ഗ്രാമപ്രദേശമാണ്. ഇതൊരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഗൈസ്, നമ്മിപ്പോ അമ്പലത്തിന്റെ തായിലൊരു അതിന്റെ പോലെ കണ്ട ചോയ്ക്കുന്ന അറിയോ മുങ്ങി. നല്ല കാറ്റുണ്ട് എല്ലാരും ശരിക്കും ഒരു കടപ്പുറത്ത് വന്നൊരു ഫീലാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്. കാള ഉഴുത് വെച്ചാ ഏത് നമ്മളോ? അത് ഇത്
കാറ്റ് കണ്ട ഗൈസ് നല്ല നല്ല കാറ്റുണ്ട് പറയുന്നത് സ്നേഹക്കെന്ന് പറയുന്നത് ഫാം ഹൗസ് ഒക്കെ തുടങ്ങാം. നല്ല സ്ഥലം. അതെ, നല്ല സ്ഥലമാണ്. ഒരു വീട് പണിയാൻ പറ്റിയ സ്ഥലമല്ലേ? ഇതൊക്കെ പണിയാം. എന്നെ കഴിക്കില്ല. ചേട്ടാ ഇവിടുന്ന് ഒരു 2 ഏക്കർ സ്ഥലം മേടിച്ചാലോ? കുറച്ച് കൃഷിയെല്ലാം വീടെല്ലാം കെട്ടാൻ സമാധാനാണ്. അടിപൊളിയായിരിക്കും. വില ചോദിച്ചിട്ട് വന്നാലോ? ഇവിടെ 1 ഏക്കറിന്റെ വില എത്ര ഉണ്ടാവില്ല? എത്ര ഉണ്ടാവില്ല? ഇതെല്ലാം വെക്കുന്നതാ. ഗൈസ് നമ്മളെ ടൂർ സ്പോൺസേർഡ് ബൈ നീരജേട്ടനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചോദിച്ചു ഒരു വെയിലാണ് ഗൈസ്. നമ്മ വെയിലത്തുനിന്ന് നീണ്ട ക്യൂല് നിൽക്കുന്നതാണ് അല്ലേ? ഒരു കാറ്റും നല്ല മാഗി ഉണ്ട്. ഫുഡൊക്കെ കൊള്ളാം. ആ ഫുഡെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ചീപ്പാ. നാളികേളം മാത്രം ആരും വാങ്ങിയത് 80 രൂപ. ആ അന്നൊക്കെ 80 എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി. ആദ്യം പറഞ്ഞാൽ മനസ്സിലായി. 80 പറയുമ്പോൾ എനിക്ക് മനസ്സിലായി അതാന്ന് പറഞ്ഞു. ഗൈസ് അപ്പം നമ്മൾ മലയുടെ മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടുത്ത് ഇവരെന്നെ KSRTC ബസ് ഉണ്ട് കേട്ടോ. അതിലാണ് കേട്ടോ നമ്മൾ മുകളിലേക്ക് പോകുന്നത്. ബസ് നിറച്ച ആളാണ്, അതുകൊണ്ടൊന്നും അധികം ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഗൈസ് ഈ വ്യൂ അടിപൊളി ഉണ്ട് കേട്ടോ. നോക്ക്, ഏകദേശം ഈ ഗ്രാമം മൊത്തം കാണാൻ പറ്റും കേട്ടോ നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ. നല്ല കാറ്റാണ്. പാറി പോവല്ലേ? തണുത്ത് അപ്പൊ നമ്മ അമ്പലത്തിനുള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നീരജേട്ടാ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അതെ അതെ, ഭയങ്കര കാറ്റ്. ഉച്ചക്ക് 1 മണിയായി. ഉച്ചക്ക് 1 മണിയായി, പക്ഷെ ഭയങ്കര കാറ്റ്. കടപ്പുറത്തിനേക്കാളും കാറ്റുണ്ടല്ലേ? നല്ല തണുപ്പായിട്ട് തണുത്ത കാറ്റ്. അമ്പലത്തിന്റെ താങ്കളൂട്ടിട്ട ഇഷ്ടംപോലെ എന്റെ നമ്മളെ സ്പോൺസർ ആയതുകൊണ്ട് എല്ലാം നീരജേട്ടനുണ്ട്. ഇതിന്റെ എല്ലാം ഇത് പറയണം. യെസ് യെസ്. കുറച്ച് ഇത് പറഞ്ഞാലേ കേൾക്കൂട്ടാ. അപ്പോട്ടെ പറ. പൈസ കൊടുത്തത് അതന്നെ പറഞ്ഞിട്ട് ഇതിനെ കുറിച്ച് പറ. ഗൈസ് ഇതാണ് ഇട്ടെടുത്ത് അന്നദാനം ഫുഡ് അതിലിട്ടെടുക്കും. പായസം അരങ്ങറ്റിങ് വരട്ടെടുക്കും. ടേസ്റ്റ് ഉണ്ടോ? നിക്കുവേണ്ടേ? പാലിട്ടെടുക്കും. ഓക്ക്
ഗൈസ് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇതാ പറശ്ശിനിക്കടോട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ മുത്തപ്പൻ്റെ വെള്ളാട്ടം നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.